10,000 പത്തിയുള്ള ഒരു വിഷസർപ്പമായിട്ടാണ് ഞാൻ സംഘപരിവാറിനെ കാണുന്നത്. പിണറായി വിജയനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുക ഏത് കാര്യത്തിൽ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന ഒരു ഖണ്ഡികയുടെ അവസാനത്തെ വാചകം മാത്രം എടുത്ത് പറയുക. അതിന് മുകളിലുള്ളത് ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണെന്നാണ് പറയുന്നത്. മതത്തിനും ദൈവത്തിനും എതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന പ്രചരണമുണ്ട്. അതിന് വസ്തുതയുമായി ബന്ധമില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലകളിലേക്കും BJP കടന്നു കയറുന്നുണ്ട്. പോരായ്മകളില്ലാത്ത ഒരു തുടർഭരണം തന്നെ ഉറപ്പാക്കാൻ പാർട്ടിക്കും LDFനും ശ്രദ്ധിക്കാൻ കഴിയും. അതിനുള്ള പ്രാപ്തിയുണ്ട്. ഏറ്റവും ലളിതമായ ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ, പുതിയ ജനറൽ സെക്രട്ടറി ആയി കഴിയുമ്പോഴുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണ്? പാർട്ടിയുടെ കാര്യത്തിൽ ചലഞ്ചസ് ഉണ്ട്, പ്രയോറിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു തോട്ട് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചിന്ത പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ അത് നടപ്പാക്കുന്നതിൻ്റെ ചുമതലയാണ്, പദവിയല്ല ഈ ജനറൽ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്വം. അപ്പം അതിൽ ഒരുപിടി പ്രമുഖരായ നേതാക്കന്മാർ ഇങ്ങനെ ചുമതല ഒഴിഞ്ഞ ഒരു സാഹചര്യം സമീപകാലത്ത് പാർട്ടിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സീതാറാം യെച്ചൂരിയെ മരണം ഞങ്ങളിൽ നിന്ന് അപഹരിച്ച സംഭവവും വലിയൊരാഘാതമാണ്. കാരണം 3 തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പാർട്ടി സംഘടനാ തത്വപ്രകാരം ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് സീതാറാം ഒഴിയുമായിരുന്നു. പക്ഷേ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം വളരെ വലിയ സംഘടനാപരമായ പുതിയ വെല്ലുവിളികളാണ് ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. എന്നാൽ പോലും പാർട്ടിയുടെ മുമ്പിൽ മറ്റ് കുറുക്കുവഴികളൊന്നുമില്ല. ഇന്നുള്ള സഖാക്കൾ പാർട്ടിയെ സംഘടനാപരമായി പരമാവധി ഊർജ്ജസ്വലമാക്കിക്കൊണ്ട് പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരുപിടി നേതാക്കന്മാർ മുഖ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിൽ നിന്നും ഒഴിവായിട്ടുണ്ടെങ്കിലും മുമ്പൊരിക്കലുമില്ലാത്തൊരു അനുകൂല ഘടകം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒഴിഞ്ഞ സഖാക്കൾ സഖാവ് പ്രകാശ് കാരാട്ട്, സഖാവ് ബൃന്ദ കാരാട്ട്, അതുപോലെ സഖാവ് സുഭാഷിണി അലി, ഡൽഹിക്ക് തൊട്ട് അടുത്താണ് അവർ താമസിക്കുന്നത്, കാൺപൂരിലാണ്. ഇവരുടെ സാന്നിധ്യം തന്നെ പാർട്ടി കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. സഖാവ് പ്രകാശും ബൃന്ദയും ഡൽഹിയിൽ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് പ്രവർത്തിക്കാനുള്ള നല്ല ഊർജ്ജസ്വലതയും ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ അവരുടെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുടർന്നും അവരുടെ സേവനം പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു ക്രമീകരണമാണ് വരുത്താൻ പാർട്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PB അംഗങ്ങളെന്നുള്ള നിലയിൽ ഇവരുടെ സേവനം ലഭിക്കില്ലെങ്കിൽ പോലും പാർട്ടി കേന്ദ്രത്തിൽ തന്നെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകും. പിന്നെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള പാർട്ടിയുടെ സ്വാധീനത്തിലുള്ള ചില ഇടിച്ചിൽ അത് വളരെ ഗൗരവമായി ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തു. മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി പതിവുംപടിയുള്ള സമ്പ്രദായങ്ങളിലൂടെ പാർട്ടിക്ക് എൻ്റെ സ്വാധീനത്തിൽ വന്ന ചോർച്ച തടയാൻ കഴിയില്ല. കേരളത്തിൽ ഇതേ സമയത്ത് തന്നെ തുടർഭരണം കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ ചോർച്ച മാത്രമല്ല പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു തുടർഭരണം നേടിക്കാൻ കഴിഞ്ഞു. അപ്പം ഈ തുടർഭരണം നിലനിർത്തുക എന്നുള്ളതും പാർട്ടിയുടെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. 1 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം ഇന്ത്യയിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരേ ഒരു ഭരണമാണ് കേരളത്തിൽ. അത് നിലനിർത്തുന്നതിന് വേണ്ട സഹായം പാർട്ടിയുടെ PBയും CCയും ചെയ്യേണ്ടതുണ്ട്. അത് പാർട്ടി കോൺഗ്രസിലെ പ്രമേയങ്ങളിലൊന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുക. അപ്പോൾ
ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഈ ചിന്തകളൊക്കെ മനസ്സിലൂടെ കടന്നുപോയി. ഇങ്ങനെയുള്ള കർത്തവ്യങ്ങൾ കൂട്ടായിട്ട് നിറവേറ്റണം. അതിന് പുതിയ പ്രയാസങ്ങളുണ്ട്, എന്നാൽ സാധ്യതകളുമുണ്ട്. അപ്പോൾ വെല്ലുവിളികളെ അവസരമായും സാധ്യതയായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് നമ്മുടെ സാധാരണ പറഞ്ഞ് പഴകിയ ഒരു ശൈലിയുണ്ട്. പക്ഷേ ഇന്ന് പാർട്ടിയുടെ മുമ്പിൽ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും CPM-നും ഇടതുപക്ഷത്തിനും ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ മറ്റ് പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തിലുടനീളം എന്നുള്ളത് വലിയൊരു മൂലധനമാണ് പാർട്ടിയുടെ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ്. പാർട്ടിയുടെ മാസ് ബേസിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ടെന്ന് കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തവണയും ചൂണ്ടിക്കാണിച്ചു സംഘടനാ റിപ്പോർട്ടിൽ. താങ്കളിപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, നാഷണൽ ലീഡറാണ്. പക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എങ്ങനെയാണ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? ഈ മാസ് ബേസ് തിരിച്ചു പിടിക്കാനായിട്ട് എന്ത് പ്രോഗ്രാമാണ് പാർട്ടിയുടെ മുന്നിലുള്ളത്? മാസ് ബേസ് തിരിച്ചു പിടിക്കാനുള്ള പാർട്ടിയുടെ മുമ്പിലുള്ള പോംവഴികൾ പലതാണ്. ഒന്ന്, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണ അവസ്ഥയിൽ രാഷ്ട്രീയമായി വളരെ കൃത്യമായ ശരിയായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് CPIM ആണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റണം. അതിപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആത്മവിശ്വാസത്തോടുകൂടി CPIM-ൻ്റെ പ്രവർത്തകർ CPM-ൻ്റെ ഈ കൃത്യമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഞങ്ങൾ വേണ്ട പോലെ ജനങ്ങളോട് വിശദീകരിക്കാതിരുന്ന പോരായ്മ ഞങ്ങളുടേതാണ് എന്നൊരു തിരിച്ചറിവോടുകൂടി, എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായൊരു വിനയത്തോടുകൂടി ജനങ്ങളെ സമീപിക്കണം. പൊതുവിൽ പലപ്പോഴും ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടാവുന്നത് ഞങ്ങൾ ശരിയായ നിലപാടെടുത്തു, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന നിലയിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് വിജയിച്ചില്ല എന്ന ഒരു മട്ടിലാണ് ഒരു ആഖ്യാനം പൊതുവിൽ വരുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു ആത്മസംതൃപ്തി, നമ്മളിത് വളരെ ശരിയായിട്ട് ഇതെല്ലാം പറഞ്ഞു, പക്ഷേ എന്തുകൊണ്ടിത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിലാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് CPIM-ൻ്റെ ഈ ശരിയായ നിലപാടുകൾ മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതിൽ CPM പ്രവർത്തകരായ ഞങ്ങൾക്കുണ്ടാകുന്ന പോരായ്മ കൊണ്ടാണ് ജനങ്ങളിത് മനസ്സിലാക്കാത്തത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് പറയുന്ന ഭാഷ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം പ്രശ്നമാണ്. അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ഒത്ത് വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കഴിയുന്നുണ്ടോ? CPM അതിന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലാണ് സഖാവ് ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഈ CPM-നെ നമ്മൾ ഒരു പ്രതീക്ഷിച്ച പോലെ ഒരു വളർച്ച എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സാധിക്കാതിരുന്നത്? പൊതുവെ അതിന് പല റീസൺസ് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിലൊന്നാണ് ജാതീയതയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണ് ആ വളർച്ചയെ അതിനൊരു വിഘാതമായി നിന്നതെന്നുള്ളൊരു ഒരു നരേറ്റീവ് ഉണ്ട്. CPM-ന്റെ ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ CPM എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വളരാതിരുന്നത്? ഇത് വേറൊരു ഭാഷയിൽ വളരെ പ്രമുഖയായ ഒരു സഹോദരി, സാമ്പത്തിക ശാസ്ത്രജ്ഞ, ഇവിടെ ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഏക വനിതാ പ്രതിനിധിയാണ്. അത് വളരെ യാദൃച്ഛികമെന്ന് പറയാം. പിന്നെ വളരെ പ്രശസ്തയായ സാമ്പത്തിക ശാസ്ത്രജ്ഞ ജോവാൻ റോബിൻസൺ EMS-ന് സുഹൃത്തായിരുന്നു. അവരിതേ ചോദ്യം EMS-നോട് ചോദിച്ചിട്ടുണ്ട്. EMS-നോട് ചോദിച്ച ചോദ്യം സാങ്കേതികമായി പറഞ്ഞാൽ CPI രൂപവൽക്കരിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കപ്പെടുന്നത്. 1920-ലാണ് താഷ്കൻഡിൽ വെച്ച് MN റോയ് എല്ലാം ചേർന്നിട്ട് മുഹമ്മദ് ഷഫീഖ് സെക്രട്ടറിയായിട്ട് ഒരു പാർട്ടി ഘടകം വരുന്നു. പക്ഷേ ഇന്ത്യയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റുകാർ സമ്മേളിക്കുന്നത് 1925-ലാണ്. CPI അതാണ് എടുക്കുന്നത്. CPI-യും ദിവാങ്കറിൻ്റെ പാർട്ടിയും അതാണ് എടുക്കുന്നത്. ഞങ്ങൾ 20-ൽ തുടങ്ങി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിന് തന്നെയാണ് യുക്തിയുള്ളത്. കാരണം ഗൂഢാലോചന കേസുകളിൽ പലതും ഉണ്ടായത് 25-ന് മുമ്പിലാണ്. അപ്പോൾ 25 മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നുള്ളൂവെങ്കിൽ അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗൂഢാലോചന കേസ് ഉണ്ടാകാൻ പറ്റില്ലല്ലോ. 1921-ൽ അഹമ്മദാബാദ് AICC സെഷനിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടൽ കൊണ്ടാണ് പൂർണ്ണ സ്വരാജിൻ്റെ പ്രമേയം അവതരിപ്പിച്ചതെന്ന് CPI-യിലുള്ള സഹാക്കളും ദിവാങ്കർ ഭട്ടാചാര്യയും ഞാനും എല്ലാം പ്രസംഗിക്കുന്നുണ്ട്.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 25 മുതലേ ഉള്ളൂവെങ്കിൽ 1921 കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനം എങ്ങനെ ഉണ്ടാകും ഈ പ്രമേയം അവതരിപ്പിക്കാൻ? അതൊക്കെ വളരെ യുക്തിപൂർവമായ ചോദ്യങ്ങളാണ്, അതിൻ്റെയൊക്കെ ഞാൻ കിടക്കുന്നത്. പക്ഷേ റോയാൻ റോബിൻസൺ ചോദിച്ച ചോദ്യം, 20 കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം ആരംഭിച്ചു സംഘടിതമായി താഷ്കെൻഡിൽ ചേർന്നിട്ട്, 21 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചുള്ളൂ. പക്ഷേ അവർ 49 വിപ്ലവം നടത്തി. നിങ്ങൾക്ക് എന്തുകൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ EMS മറുപടി ഒരൊറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്, കാസ്റ്റ് എന്നാണ് പറഞ്ഞത്, ജാതി. അപ്പോൾ ജാതിയുടെ പ്രശ്നം അതെങ്ങനെ സങ്കീർണമായി ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, എങ്ങനെ പിളർപ്പുകൾ ഉണ്ടാക്കുന്നു ജാതീയമായി ശ്രേണീബദ്ധമായി എന്നുള്ളത് അതിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കി അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടിയും സമരപരിപാടിയും വികസിപ്പിച്ചെടുക്കുന്നതിൽ വേണ്ടത്ര കമ്മ്യൂണിസ്റ്റുകാർ വിജയിച്ചില്ല എന്നാണ്. അത് EMS വിശദീകരിച്ചില്ല. EMS കാസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കാസ്റ്റ് നിമിത്തമാണ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് ജയിക്കാൻ കഴിയാതെ പോയത് എന്നാണ് EMS പറഞ്ഞത്. എന്നാൽ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ചെറുപ്പക്കാർ, ഇപ്പോൾ ചെറുപ്പമൊന്നുമല്ല വയസ്സായെങ്കിലും, അങ്ങനെ അന്വേഷിച്ചപ്പോൾ 1934 പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടി ഉണ്ടാക്കാനുള്ള ഒരു ആദ്യത്തെ ശ്രമം നടന്ന 1930കളുടെ മധ്യത്തിലാണ്. ആ ഡോക്യുമെൻ്റ് അവൈലബിളാണ്. ആ രേഖയിൽ ജാതി എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് പാർട്ടിയുടെ രേഖകൾ പലതും പരിശോധിക്കുമ്പം ജാതിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ, സ്വഭാവത്തെ ഒക്കെ നിർണ്ണയിക്കുന്നതിൽ, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നതിൽ ജാതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വേണ്ടത്ര ആഴത്തിലുള്ള പരിശോധന ആ രേഖകളിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. 30കളുടെ മധ്യത്തിലുണ്ടായിരുന്നു, വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു, ശക്തമായിട്ടുണ്ടായിരുന്നു ജാതിയെക്കുറിച്ച്. പിന്നൊരു ഉദാസീനമായ സമീപനം, വേണ്ടത്ര ശ്രദ്ധ കൂടാത്ത ഒരു സമീപനം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് രേഖകളിലുണ്ടായിട്ടുള്ളൂ. ഇടപെടലുകളിലും ഈ പരിമിതി ഉണ്ടായിരുന്നു. ജാതീയതയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ചില പാളിച്ചകൾ വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഇന്ത്യയുടെ ഒരു കളക്റ്റീവ് സൈക്കി എത്രമാത്രം മതാത്മകമാണ് എന്ന് മനസ്സിലാക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പരാജയം സംഭവിച്ചിട്ടില്ലേ? അതുകൂടി ഈ വളർച്ചയ്ക്കുള്ളൊരു തടസ്സമായി നിന്നിട്ടില്ലേ? അതിൽ ആ ചോദ്യം ഉന്നയിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്. കാരണം ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിലെ ചർച്ചയും തീരുമാനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം ഈ ചോദ്യത്തോട് ബന്ധപ്പെടുത്തി പറയാനുണ്ട്. അതിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ മതത്തിൻ്റെ സ്വാധീനം അതിൻ്റെ ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ള വിമർശനം കുറച്ച് ശരിയാണ്, സമ്മതിക്കുന്നു. ഇന്ത്യൻ സമൂഹം മറ്റ് പല സമൂഹത്തെ അപേക്ഷിച്ച് കൂടുതൽ മതാത്മകമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യവുമുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് കാരണം ഇന്ത്യൻ സമൂഹം വേണ്ടത്ര ആധുനികമാകാൻ ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ കഴിയാതെ പോയി. കാരണം ഫ്യൂഡൽ മൂല്യങ്ങളുമായിട്ട് ഒത്തുതീർപ്പിലെത്തുന്ന നിലയിലാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ രൂപപ്പെട്ട് വന്നത്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദ കാഴ്ചപ്പാട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതെല്ലാം ഇത് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആവശ്യം തോന്നും, എത്ര ശരിയാണ്, ശാസ്ത്രീയമാണ്. പക്ഷേ ജനങ്ങളുടെ ബോധം ആയിക്കൊള്ളണമെന്നില്ല. ജനങ്ങൾ എല്ലാം ബോധ്യപ്പെടുന്നത് അവരുടേതായ സമയമെടുത്തിട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് യാന്ത്രികമായിട്ട് അവതരിപ്പിച്ചാലുണ്ടാകുന്ന കുഴപ്പം, ഇതിനകത്ത് മതവിമർശനമുണ്ട്, ദൈവവിശ്വാസത്തിന് വിമർശനമുണ്ട്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഒരു കാര്യവും നമുക്ക് വാദം വഴിയുള്ള ബലപ്രയോഗത്തിലൂടെ ആരെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റില്ല. വാദത്തിൻ്റെ യുക്തി കൊണ്ട് ഒരാൾക്ക് സ്വീകരിക്കാമെന്ന് തോന്നിയാലേ ഒന്ന് സ്വീകരിക്കൂ. നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെ നമ്മളിലൊരു ധാർഷ്ട്യമായിട്ട് മാറാം. ഇത് ബോധ്യപ്പെടാത്ത ആളിനെ അറിവില്ലാത്ത ആൾ. യഥാർത്ഥത്തിൽ എനിക്കങ്ങനെ ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിലൂടെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ ധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവേണ്ടതുണ്ട്. വർഗീയതയെയും അന്ധവിശ്വാസത്തെയും സാധാരണ ജനങ്ങളുടെ സാമാന്യമായ മതവിശ്വാസത്തിൽ നിന്നും വേർതിരിച്ച് കാണണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മതവിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ വർഗീയതയ്ക്കും അന്ധവിശ്വാസത്തിനെതിരായി സമരം നടത്താൻ കഴിയുള്ളൂ.
അപ്പോൾ ഇത് പാർട്ടി രേഖകളിലെ ധാരണയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ, ഇവിടങ്ങളിലെല്ലാം വലിയ തോതിൽ ജനങ്ങൾ ഒത്തുകൂടുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഏറെക്കുറെ എണ്ണത്തിൽ വളരെ ന്യൂനപക്ഷം വരുന്ന കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും ഏതെങ്കിലും ആരാധനാലയത്തിൽ പോകുന്നു. ആരാധനാലയത്തിൽ പോകാത്തവർ അവരുടെ തിരക്കുകൊണ്ടാണ് പോകാത്തത്. അവരുടെ മനസ്സിൽ ആരാധനാലയം ഉണ്ടാവും. പല വീടുകളിലും ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ, വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാൻ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെയുള്ള മുറി സംവിധാനവും വേണം, അതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വീടുകൾ ഇന്ന് പ്രാർത്ഥനാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ കൗശലത്തോടു കൂടിയിട്ട് ആരാധനാലയങ്ങൾ സന്ദർശിക്കാനുള്ള ടൂറിസം പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൗതിക യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസികളെ വർഗീയവാദികളുടെ പിടിയിലേക്ക് വിട്ടുകൊടുത്തുകൂടാ. വിശ്വാസികൾ വർഗീയവാദികളല്ല. അതുകൊണ്ട് വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം വർഗീയവാദത്തെ നേരിടാൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിലും വിശ്വാസികളെ കൂടി അണിനിരത്താൻ കഴിയണം. അതിനനുയോജ്യമായി സ്വന്തം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം എന്ന തീരുമാനം പാർട്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളത് പാർട്ടി രേഖയുടെ ഭാഗമായി സാധിക്കും എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ കൗതുകകരമാണ്. കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടായി, അത് 5 വർഷം കൊണ്ട് പിരിച്ചുവിടപ്പെട്ടു. 52 പിരിച്ചുവിടപ്പെട്ടു. 1852 1846-47 കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാകുന്നത്. അതിൻ്റെ മാനിഫെസ്റ്റോ 48 വരുന്നു. പിന്നൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു അന്താരാഷ്ട്ര സംഘടന മാർക്സും എംഗൽസും ഒക്കെ ചേർന്ന് സ്ഥാപിക്കുന്നത്, ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ 1864. അതുകൂടി അതിൻ്റെ യോഗം ചേർന്നത് തന്നെ ഒരു സെൻറ്റ് മാർട്ടിൻ ഹാളിലാണ്, വിശുദ്ധ മാർട്ടിൻ്റെ പേരിലുള്ള ഹാളിലാണ് ഈ യോഗം ചേരുന്നത്. അതിലേറ്റവും ഇപ്പം ഇന്നത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ കാര്യം, ഈ വിഷയം അന്ന് തന്നെ ചർച്ചയിൽ വന്നു. വിശ്വാസികൾക്ക് ഈ സംഘടനയിൽ അംഗമാകാമോ? മിഖായേൽ ബെക്കുനിൻ എന്ന് പറയുന്ന ഉശിരൻ ചൂടൻ വിപ്ലവകാരി, റഷ്യക്കാരനാണ്. അദ്ദേഹം വാദിച്ചു എത്തീസ്റ്റുകൾക്ക് മാത്രമേ, നമ്മളെപ്പോലെ ഈ ശാസ്ത്രീയ ബോധമുള്ളവർക്ക് മാത്രമേ, മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ വർജിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ അംഗത്വം കൊടുക്കാവൂ എന്ന് മിഖായേൽ ബെക്കുനിൻ വാദിച്ചു. രേഖകളുടെ ഭാഗമാണത്. അന്ന് മാർക്സും എംഗൽസും എടുത്ത സമീപനം, ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ്റെ ഭൂരിപക്ഷം സഖാക്കൾ ഇവർക്കൊപ്പമായിരുന്നു, മാർക്സിനും എംഗൽസിനും ഒപ്പമായിരുന്നു. അവരെടുത്ത സമീപനം തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന സമരത്തിലും അതിൻ്റെ പരിപാടിയിലും വിശ്വാസം അർപ്പിക്കുന്ന സർവർക്കും ഇതിൽ അംഗത്വം കൊടുക്കണമെന്നാണ്. അന്ന് തന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ ഇഷ്യൂ ആണിത്. അംഗത്വം കൊടുക്കാം. ഒരു വിശ്വാസിക്ക് പാർട്ടിയിൽ ഒരു നേതാവായി ഉയരാൻ സാധിക്കുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു എം പി ചിബാബ. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ പിന്തുടർന്നിരുന്നുണ്ട്. മക്കയിൽ പോയിട്ടുണ്ട്, പള്ളികളിൽ കയറി പ്രാർത്ഥിക്കുമായിരുന്നു. ചെറുകാടെന്ന് പറയുന്ന EMSൻ്റെ ആത്മസുഹൃത്തും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്നു. അദ്ദേഹത്തിനൊരു ഭഗവതിയിൽ വലിയ വിശ്വാസമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ ഭഗവതിയിലുള്ള വിശ്വാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിശ്വാസവും തമ്മിൽ തർക്കിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ നിങ്ങൾ തർക്കിപ്പിക്കേണ്ട, അങ്ങനെ തർക്കമില്ല. എനിക്ക് ഭഗവതിയിലും വിശ്വാസമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിശ്വാസമുണ്ട്, ഇത് തമ്മിലൊരു വൈരുദ്ധ്യമില്ല എന്ന് പറയുന്നതാണ്. ഇതിനെ വൈരുദ്ധ്യാത്മകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. അതൊരു തർക്ക വിഷയമാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. അല്ല, എൻ്റെ വിശ്വാസം എനിക്ക് തുറന്നു പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ല. എൻ്റെ വിശ്വാസം ഈ പ്രപഞ്ച ശക്തിയിലാണ്. ഗ്രാവിറ്റേഷൻ, തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറിയുണ്ട്. ഇത് വലിയൊരു ഗോളത്തിലല്ലേ നമ്മളിരിക്കുന്നത്. അതൊരു പിടിയുമില്ലാതെ ഈ ഭൂമി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ താഴെ വീണു പോകാത്തത്? താഴെ വീണു പോകേണ്ടതല്ലേ? ഗുരുത്വാകർഷണ ശക്തി കൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ വലിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തികൾ, പ്രപഞ്ചശക്തി, എൻ്റെ സൗഹൃദത്തിൽ പെടുന്ന ഒരു ആളാണ് ഇപ്പം കഴിഞ്ഞ ഡിസംബറിൽ 89 വയസ്സായിട്ടുള്ള ഉമയാൾ വിന ശിവരാമൻ. ഞങ്ങളിങ്ങനെ വലിയ സൗഹാർദ്ദത്തിൽ സംസാരിക്കാറുണ്ട്. അദ്ദേഹം വലിയ അദ്ദേഹം
വക്കീൽ പരീക്ഷ പാസ്സായിട്ടുള്ളതാണ്, BA BL ആണ്, വലിയ മൃദംഗ വിദ്വാനാണ്. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ഓരോന്ന് പറയുമ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് സാധനം പറയുന്നത്. അപ്പോൾ ഞാൻ പറയും എന്താണ് ഊമയാൾ വിരഞ്ജി, എന്താണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ബൈ ദ ഗ്രേസ് ഓഫ് കോസ്മിക് എനർജി എന്താണ് പറയുക. മറ്റുള്ളവരോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ കോസ്മിക് എനർജിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളിലും ആവിർഭവിക്കുന്നത് ആ മതങ്ങൾ ആവിർഭവിച്ച കാലത്തെ അനീതികൾക്കെതിരായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് മൂവ്മെൻ്റായിട്ടാണ് ഓരോ മതവും ഉണ്ടാകുന്നത്. ഓരോ പ്രവാചകനും വിപ്ലവകാരിയാണ്. മുഹമ്മദ് നബി ആണെങ്കിലും നബി തിരുമേനിയാണെങ്കിലും പിന്നെ യേശുക്രിസ്തു ആണെങ്കിലും ബുദ്ധനെക്കുറിച്ച് വായിക്കും തോറും എത്ര വലിയ അഭിമാനമാണ്. നമുക്കിപ്പോൾ എല്ലാം വിശ്വവ്യാപകമായ കാഴ്ചപ്പാടെല്ലാം നമ്മൾ ലോക പൗരനാണെന്നൊക്കെ ടാഗോറിനെ പോലെ നമുക്ക് പറയാമെങ്കിലും പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരനെന്ന് പറയും, പിന്നെ ചോദിക്കുമ്പോൾ മലയാളി എന്ന് പറയും, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ കൊല്ലക്കാരനാണല്ലോ എന്നും പറയും, കൊല്ലത്തു നിന്നുള്ള ഒരാളാണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് അങ്ങനെയുള്ള ബോധമെല്ലാം നമുക്കുണ്ടാവും. പക്ഷേ ബുദ്ധനെന്ന് പറയുമ്പോൾ ലോകത്തെ ചിന്തകരിൽ പ്രവാചകന്മാരിൽ ആധുനിക കാലത്തിൽ അറിയപ്പെടുന്നവരിൽ ഏറ്റവും പ്രാചീനനായിട്ടുള്ളത് ബുദ്ധനാണ്. അതിനുശേഷമാണ് ബുദ്ധൻ യേശുക്രിസ്തുവിനേക്കാൾ മൂത്തയാളാണ്, ഇല്ലേ? എന്ത് ഉജ്ജ്വലമായ കാഴ്ചപ്പാടുണ്ട്. ഇതിലെല്ലാമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല ഇതിലേതെങ്കിലും നബി പറഞ്ഞത് മാത്രം ശരി, ക്രിസ്തു പറഞ്ഞത് മാത്രം ശരി, ബുദ്ധൻ പറഞ്ഞത് മാത്രം ശരി, ജിനൻ പറഞ്ഞത് മാത്രം ശരി, കൺഫ്യൂഷ്യസ് പറഞ്ഞത് മാത്രം ശരി എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. ഇവരെല്ലാം ശരിയുടെ വിവിധ വശങ്ങൾ പറഞ്ഞവരാണ്. അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു നഷ്ടബോധമാണ്. അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പം ഞാൻ യഥാർത്ഥത്തിൽ അജ്ഞാതയായ ഒരു യുവതിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് തന്നതിന്. അറിയാവോ? ഫ്രാൻസിസ് മാർപ്പാപ്പ ആ കാമുകി ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ടുള്ള ബന്ധത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാമുകിയോട് പറഞ്ഞു, നീ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ പാതിരിയാവും. അപ്പോൾ പാതിരിയായതുകൊണ്ടാണ് ഇന്നത്തെ നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ പാത പിന്തുടരണം. വൈദികന്മാർ വലിയ വില കൂടിയ കാറിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മനസ്സിലാക്കുന്നത്. അവിടെ എല്ലാവർക്കും ഉള്ള ക്വാർട്ടേഴ്സിൽ അദ്ദേഹം താമസിച്ചു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇന്ന് അവർക്ക് കാപ്പി ഇട്ടുകൊണ്ട് കൊടുത്തു അദ്ദേഹം. അങ്ങനെ ഒരു ജീവിതമാണ് നയിച്ചത്. അപ്പോൾ ആ യുവതിയുടെ ആ നിലപാട് കാരണമാണ് ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ നിരസിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും സെറൻഡിപ്പിറ്റി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ചിലതൊക്കെ പിന്നെ സംഭവിച്ചു എന്ന് വരാം. അപ്പം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നിന്ദിതരും പീഡിതരും അശരണരും ഒക്കെ ആയിട്ടുള്ള നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ ഭൂമിയിൽ? ക്രിസ്തു എടുത്ത നിലപാടുകളെല്ലാം ഏറ്റവും മഹത്തായ നിലപാടുകളല്ലേ എടുത്തത്. അപ്പം ആ നിലയിലാണ് ഇപ്പോൾ രാമനെക്കുറിച്ച് പറയുമ്പം പിന്നെ രാജ്യത്തുള്ളവർ പറയുന്നതെല്ലാം കേൾക്കാനും മര്യാദയുടെ ഒരു വലിയ അവതാരമാണ്. മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു രാമനുണ്ട്. ത്യാഗരാജസ്വാമികളുടെ എല്ലാ കീർത്തനങ്ങളിലും രാമൻ്റെ മഹത്വമാണ് പിന്നെ പ്രഖ്യാപിക്കുന്നത്. രാമനെക്കുറിച്ച് ഇത്രയധികം പിന്നെ രചന നടത്തിയിട്ടുള്ള വേറെ ആരുമില്ല. പക്ഷേ ആ രാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങളുണ്ടാവും. സീതയുമായി ബന്ധപ്പെട്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന ഒരു ഖണ്ഡികയുടെ അവസാനത്തെ വാചകം മാത്രം എടുത്ത് പറയുക. അതിന് മുകളിലുള്ളത് ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണെന്നാണ് പറയുന്നത്. മതത്തിന് ഭയങ്കര കോംപ്ലിമെൻ്റാണ് മാർക്സ് കൊടുക്കുക. കാവ്യാത്മകമായൊരു ഭാഗമാണിത്. അതിൽ ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുമ്പോഴും അന്നത്തെ കോണ്ടെക്സ്റ്റിൽ വേദനാസംഹാരിയാണ് മരുന്ന്. ഓപ്പറേഷൻ നടത്തുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അങ്ങനെ താൽക്കാലിക ആശ്വാസം നൽകുന്നതാണ് ഈ പിന്നെ ഓപ്പിയം എന്ന അർത്ഥത്തിലാണ് മാർക്സ് അവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിലൊരു പുനർവിചിന്തനം മതത്തോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മമായ ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതിനെ സമീപിക്കാൻ ഞങ്ങൾ കഴിയണം. അവിടെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടെന്ന പ്രയോജനം നടത്തിയതുകൊണ്ട് നിർബന്ധമായും ഇതുപോലുള്ളൊരു സംവാദത്തിൽ നമ്മൾ ഓർക്കേണ്ട എന്താണ് മാർക്സിസം എന്നുള്ളതിനെക്കുറിച്ചുള്ള ലെനിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചോദ്യം ചിലത് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അധികം സമയമെടുത്ത് പോകുന്നു എന്നുള്ളൊരു ദോഷം എനിക്കുണ്ട്. അത് ഞാൻ കുറച്ചും കൂടെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ പറയേണ്ട ഒരു കാര്യമാണ്. ഈ ലെനിൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഓർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ മാർക്സിനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടിയോ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന ഒന്നാണ്. വി ഡോണ്ട് റിഗാർഡ് മാർക്സസ് തിയറി
ആസ് കംപ്ലീറ്റഡ് ഓർ ഇൻവയലബിൾ. അലംഘനീയമല്ല മാർക്സിൻ്റെ സിദ്ധാന്തം, പൂർത്തീകരിക്കപ്പെട്ടതല്ല മാർക്സിൻ്റെ സിദ്ധാന്തം. ഇത് ലെനിൻ്റെ ഒരു വാചകത്തിൻ്റെ തുടക്കമാണ്. ഓൺ ദ കോൺട്രറി, ഇറ്റ് ഹാസ് ഓൺലി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ സയൻസ്. ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശില പാകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോഷ്യലിസ്റ്റ് മസ്റ്റ്, റഷ്യനിലെ വാക്കെന്നാന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ മസ്റ്റ് എന്നാണ്. സോഷ്യലിസ്റ്റ് മസ്റ്റ് ഡെവലപ്പ് ഇറ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഈ അടിസ്ഥാന ശിലയിൽ നിന്നും, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശില പാകുകയേ ചെയ്തിട്ടുള്ളൂ. സോഷ്യലിസ്റ്റുകളുടെ ജോലി ഇതെല്ലാ ദിശയിലേക്കും വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഓർ എൽസ് വൺ കനോട്ട് കീപ് പേസ് വിത്ത് ലൈഫ്. അങ്ങനെ ഈ അടിസ്ഥാന ശിലയിൽ നിന്നും സോഷ്യലിസ്റ്റുകൾ എല്ലാ ദിശയിലേക്കും ഈ ശാസ്ത്രത്തെ വികസിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല, സമൂഹത്തോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയും. ഇതാണ് മാർക്സിൻ്റെ എസൻസ്. മതത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പണ്ട് കാലങ്ങളിൽ ഇടതുപക്ഷക്കാരും പാർട്ടിക്കാരും അമ്പല കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും എല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞാണ്. അതുപോലെ അത് കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞപ്പോഴാണ് വന്നിട്ട് ഗണൊരു ഹോമവും വ്യവസ്ഥയും നടത്തില്ല എന്നൊരു മുതിർന്ന പത്രക്കാരോട് പറഞ്ഞു. ആദ്യം ചോദ്യം വന്നത് വെഞ്ചരിപ്പ് നടത്തിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും അമ്പല കമ്മിറ്റികളിൽ നിന്നൊക്കെ പാർട്ടി പ്രവർത്തകർ മാറുന്ന അവസ്ഥയുണ്ടായി. ആ ഭാഗത്തോട്ട് സംഘപരിവാറിൻ്റെ ആൾക്കാർ കടന്നു. അത് പാർട്ടിക്ക് പറ്റിയ അനന്തരമായി വീഴ്ച. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് മുമ്പ് പ്രവർത്തിച്ചിരുന്നു. എന്നിട്ട് ഇതിനെല്ലാം സംബന്ധിച്ച് ചില ചർച്ചകൾ നടത്തിയിട്ട് അതിൽ ചില തിരുത്തലുകൾ കോട്ടൺകോട്ട് വരുത്തി. ആ തിരുത്തലുകൾ വരുത്തിയത് അഥവാ ഇടപെടലുകൾ നടത്തിയത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിനിയോഗിക്കേണ്ട സമയം പാർട്ടിക്ക് വേണ്ടിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് വേണ്ടിയോ വിനിയോഗിക്കുന്നതിന് പകരം ഈ ക്ഷേത്ര കമ്മിറ്റികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അവിടെ ചുറ്റിത്തിരിയുന്നു എന്ന തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടി പ്രവർത്തകർക്ക് വിനിയോഗിക്കേണ്ട സമയം ആവശ്യത്തിൽ കൂടുതൽ ഈ ക്ഷേത്ര കമ്മിറ്റികളുടെയും മറ്റു കാര്യം പള്ളി കമ്മിറ്റികളുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായി. ആ വിമർശനത്തെ തുടർന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം നീക്കിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പിന്മാറിയ ഒരു സാഹചര്യം വർഗീയവാദികൾ ഇത്തരം ക്ഷേത്ര കമ്മിറ്റികളിലാണെങ്കിലും പള്ളി കമ്മിറ്റികളിലാണെങ്കിലും കടന്നുകൂടുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പലയിടത്തും എന്നുള്ള ചോദ്യത്തിലെ വിമർശനം ശരിയാണ്. അത് തിരുത്തേണ്ടതുണ്ട് എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം കുറേ കാലമായിട്ട്, ആ തീരുമാനം എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാക്കന്മാരെല്ലാം അവിടെ പോയി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നല്ല, വർഗീയവാദികളുടെ പിടിയിലല്ല ഈ കമ്മിറ്റികൾ നിൽക്കേണ്ടത്. വിശ്വാസികൾ, ഈ കാര്യത്തിൽ വിശ്വാസമുള്ളവർ, അതിൽ പാർട്ടിയും പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത് സത്യസന്ധമായി ഇതിൻ്റെ പണം കൊള്ളയടിക്കാതെ കണക്ക് വെച്ച് നേരെ ചൊവ്വേ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. പിന്നെ അവിടെ നടക്കുന്ന പരിപാടികൾ തന്നെ പരിപാടികളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു. അങ്ങനൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളിൽ സാംബശിവൻ്റെ കഥാപ്രസംഗം കാണാൻ, KPSCയുടെ നാടകം കാണാൻ, ചാച്ചപ്പൻ, ചങ്ങനാശ്ശേരി ഗീത, ചാച്ചപ്പൻ എന്ന് പറഞ്ഞൊരു നടന്നുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ തിലകൻ ചേട്ടൻ ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞൊരു റീല് യാദൃശ്യമായിട്ട് കണ്ടു. അങ്ങനെ എത്രയോ നാടകങ്ങൾ കണ്ടിട്ട് രാത്രി ഉറക്കം വെച്ചിട്ടുണ്ട്. പല സാഹിത്യകൃതികളെക്കുറിച്ചും മനസ്സിലാക്കിയ കഥാപ്രസംഗങ്ങളിലൂടെയല്ലേ. ഇതെല്ലാം നടത്തിയിരുന്നത് ഇത്തരത്തിൽ ജനകീയ കമ്മിറ്റികൾ ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴാണ്. അത് മാറിയതോടുകൂടി ഇത്തരത്തിലുള്ള നല്ല സാമൂഹ്യ പ്രസക്തമായ പരിപാടികൾ അമ്പല കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വം നടക്കുന്നത് നിന്നു എന്നുള്ള വലിയൊരു ദോഷമുണ്ട്. ഇപ്പോൾ വേറെ പലതും കുറച്ച് റിക്കാർഡ് ഡാൻസും പിന്നെ മിമിക്രിയും അങ്ങനെയുള്ള ചിലത് മാത്രമാണ്. അതൊക്കെ വേണ്ടതായിരിക്കും, പുതിയ തലമുറയ്ക്ക് വേണ്ടതായിരിക്കും. പക്ഷെ മറ്റത് പാടെ ഇല്ലാതായി. ഇത് തിരുത്തേണ്ടതാണെന്ന് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും മാറ്റങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ട്രെയിൻ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു മുസ്ലിം പള്ളിയുടെ അടുത്തൂടെ പോണ്ടി വന്നു. അപ്പോൾ ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചു, ഇവിടെ പള്ളി കമ്മിറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെ അതിലൊക്കെ നമ്മുടെ പാർട്ടിയുടെ? പിന്നെ
പ്രദേശത്തെ പാർട്ടിയുടെ സഹാക്കൾ അതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പങ്കുവഹിച്ച അഷ്റഫ് എന്ന് പറയുന്നൊരു സഹാബിനെ അഞ്ചലിൽ കൊലപ്പെടുത്തിയൊരു സംഭവമുണ്ട് ദാരുണമായി. കാരണം പുള്ളി നേരിട്ട് ഇടപെട്ടിരുന്നില്ല, പക്ഷേ ആ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഈ അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസ്തനാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും അഷ്റഫിനോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പം മുസ്ലിം തീവ്രവാദികൾ തീരുമാനിച്ചു, ഏത് സംഘടനയെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവും, ദാരുണമായി കൊന്നുകളഞ്ഞു. അവിടെ പോയത് ഞാൻ ഓർക്കുന്നു. അവിടുത്തെ ഒരു അധ്യാപകൻ്റെ മകനാണ് ഈ അഷ്റഫ് അഞ്ചലടുത്ത്. അപ്പം ഇപ്പം മാറ്റമുണ്ട് ഇക്കാര്യത്തിൽ. ഇടക്കാലത്ത് സതുദ്ദേശത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, അതായത് പാർട്ടി പ്രവർത്തനത്തിന് സമയം നീക്കി വെക്കേണ്ടവർ ഇവിടെ പോയി പാർട്ടി പ്രവർത്തനം നടത്താനുള്ള അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നു തുടങ്ങിയ ചർച്ചയെ തുടർന്ന് ചിലർ യാന്ത്രികമായിട്ടൊരു തിരുത്തൽ വരുത്തി. അതിൻ്റെ ഫലമായി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് നിന്ന്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എന്നെ തന്നെ വിളിച്ച് ചിലർ പറയുന്നുണ്ട്, സഹാബി നമ്മളല്ലായിരുന്നു ഇതിനകത്തെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്, ക്ഷേത്ര കമ്മിറ്റിയാണ്, തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലമാണെന്നൊരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിൽ നിന്നെല്ലാം പല കാരണം കൊണ്ട് ബാക്കി ആളിലായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ RSSൻ്റെ താവളമായിട്ട് മാറുകയാണ്. ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സുവർണക്ഷേത്രം ഭിന്ദ്രൻവാലയുടെ താവളമായി മാറിയതുപോലെ പ്രാദേശികമായി ചെറിയ ചെറിയ ഭിന്ദ്രൻവാല എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിൻ്റെയാണ്, മറ്റു സമുദായങ്ങളുടെ പ്രതിനിധികൾ അവരുടെ ആസ്ഥാനങ്ങളായി ആയുധം ശേഖരിച്ച് വെക്കാൻ, ആളെ പോയി കൊലപ്പെടുത്താനുള്ള പരിശീലനം നടത്താനൊക്കെയുള്ള കേന്ദ്രങ്ങളായി ആരാധനാലയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസി സമൂഹത്തെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ആരാധനാലയങ്ങളെ സാമൂഹ്യ വിരുദ്ധന്മാരായ വർഗീയ അക്രമികളെ, ക്രിമിനലുകളുടെ പിടിയിൽ നിന്നും ഈ ആരാധനാലയങ്ങളെ മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം പുരോഗമന പ്രസ്ഥാനം മുൻഗണനയോടുകൂടിയിട്ട് ഏറ്റെടുക്കേണ്ടതാണ്. ഒന്നുകൂടി അടിവരയിട്ട് ചോദിക്കുകയാണ്, CPM മതങ്ങൾക്കും ദൈവങ്ങൾക്കും എതിരല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? അത് വളരെ ശക്തമായി പറയാൻ ഇനിയുള്ള നാളുകളിൽ ഞങ്ങൾ മുതിരും. മതത്തിനും ദൈവത്തിനും എതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന പ്രചരണമുണ്ട്. അതിന് വസ്തുതയുമായി ബന്ധമില്ല. വൈരുദ്ധ്യാത്മവും ചരിത്രപരവുമായ ഭൗതികവാദം എന്ന് പറയുന്നൊരു ദർശനം ഞങ്ങൾക്കുണ്ട്. അത് ചർച്ച ചെയ്യുമ്പോൾ മതത്തെയും ദൈവത്തെയും കുറിച്ചെല്ലാം അതിനകത്ത് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നവർ ചർച്ച ചെയ്യേണ്ട, പഠിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. അത് പഠന പദ്ധതിയിലുണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ വൈരുദ്ധ്യാത്മവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിയിൽ ചേരുന്ന സകല ആളുകളും അംഗീകരിച്ചു കൊള്ളണം എന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അംഗങ്ങളായി ചേരാം, അവർക്ക് പ്രവർത്തിക്കാം. അവർക്ക് പാർട്ടിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് അവരുടെ ദൈവവിശ്വാസവും മതവിശ്വാസവും ഒരു തടസ്സമേ അല്ല എന്നതാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനുള്ളത്. ഒരു മുഖ്യനായിട്ട് ചോദിക്കുകയല്ല, താങ്കളിപ്പോൾ പറഞ്ഞ മറുപടിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങിയിട്ട് 100 വർഷമാകുന്നു. ജാതീയതയെ മനസ്സിലാക്കുന്നതിലോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നതിലോ പാർട്ടി ഒരളവ് വരെ പരാജയപ്പെട്ടു എന്ന് താങ്കൾ അഡ്മിറ്റ് ചെയ്യുന്നു. മതാത്മകമായ ഇന്ത്യയിലെ പ്രവർത്തിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ നമുക്ക് ലാപ്സസ് ഉണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറയുന്നുമുണ്ട്. സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ പരാജയങ്ങളുടെ മാത്രം കണക്കുള്ള ഒരു പാർട്ടിക്ക് ഇനി എന്ത് റെലവൻസ് ആണുള്ളത്? എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എന്ത് ഫേസ് ആണുള്ളത്, എന്ത് റെലവൻസ് ആണുള്ളത്? പരാജയങ്ങൾ ഓരോ മേഖലയിലും സംഭവിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുന്നവരാണ്. എന്നാൽ ഞങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് വാദിക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല ശക്തികൾ, ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്ന നിങ്ങളെയല്ല ഞാൻ അഭിസംബോധന ചെയ്തത്, ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ വിരുദ്ധമായ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയുടെ വക്താക്കൾ, അത് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ വക്താക്കളാണ്. അവർ ലോകത്തിന് എന്താണ് നൽകിയിട്ടുള്ളത്? അവർ ലോകത്തിന് നൽകിയിട്ടുള്ളത് മഹാഭൂരിപക്ഷത്തിനും ദുരിതമാണ്. എന്നാൽ EMSൻ്റെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പാരമ്പര്യം. ഈ തെറ്റുകൾ സ്വയംപ്രശ്നപരമായിട്ട് അംഗീകരിക്കണം, തിരിച്ചറിയണം. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ തെറ്റ് തിരുത്താൻ കഴിയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ചുള്ള ലെനിനാണ്. അതിനുശേഷം ലെനിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഞാനത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് EMSലാണ്. ഓരോ യോഗങ്ങളിലും EMS പറയും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. എന്നിട്ട് ഉടനെ EMS പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ എതിരാളികൾ പറയും കണ്ടോ EMS തന്നെ തെറ്റ് സംഭവിച്ചു. പക്ഷേ
ഒരുപാട് ശരി ചെയ്യുന്നതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റുന്നത്. ആ തെറ്റ് ഞങ്ങൾ സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യും. ആ സമീപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഗൗരവമായി ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പോരായ്മകൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ജാതീയതയുമായും മതത്തോടെടുക്കുന്ന സമീപനം, ഇതും ഇവിടെയും EMS വീണ്ടും വരുന്നു. ഈ മാർക്സിയൻ കാഴ്ചപ്പാട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് EMS നൽകിയ സംഭാവന അതിൻ്റെ ഗൗരവത്തിൽ പാർട്ടിയിലെ സഹാക്കൾ തന്നെ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മതത്തോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരാൾ EMS ആണ്. ഒരുപക്ഷെ മാർക്സും ലെനിനും എംഗൽസും ഒക്കെ കഴിഞ്ഞാൽ EMSൻ്റെ സാഹിത്യം അതിനകത്ത് EMS ആവർത്തിച്ച് പറയുന്നുണ്ട്. മതം സംബന്ധിച്ച് മാർക്സിസ്റ്റ് സൈദ്ധാന്തിക ധാരണയുണ്ട്. എന്നാൽ മാർക്സിൻ്റെ കാലത്ത് തന്നെ മതവിശ്വാസികൾക്കും പാർട്ടിയിൽ വരാമെന്നുള്ള ഈ നേരത്തെ പറഞ്ഞ ബെക്കുനിനുമായിട്ടുള്ള മാർക്സിൻ്റെ ഡിബേറ്റ് അത് മാർക്സ് EMS ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ അതിനുള്ള ചോദ്യത്തിൻ്റെ പ്രധാന ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ മാത്രം ചെയ്ത ഒരു പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ചോദ്യത്തിന് തെറ്റുകൾ ചെയ്യുന്നതെല്ലാം സത്യസന്ധമായി തുറന്നു പറയാൻ തക്ക ആർജവമുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന തോതിൽ ഈ തെറ്റുകൾ തിരുത്താൻ ഞാൻ കഴിയാതെ പോകുന്ന കാര്യവും ഞങ്ങൾ അത് കൃത്യമായി പാർട്ടി സമ്മേളനങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഇതെല്ലാം പരിശോധിക്കുകയാണ്. ചില പാർട്ടികൾക്ക് ഇങ്ങനൊരു പരിശോധനയില്ല. ചില പാർട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പാർട്ടികൾക്കില്ല. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് അതില്ല. കാരണം അടിസ്ഥാനപരമായും തെറ്റായ സമീപനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച പാർട്ടിയാണത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്നു, സമ്മേളനങ്ങളിലും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് കത്തുകൾ എഴുതുമായിരുന്നു. അത് പെൻഗ്വിൻ ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് സ്വയംവിമർശനം നെഹ്റുവിൻ്റെ, കാരണം ഫാബിയൻ സോഷ്യലിസ്റ്റായിരുന്നു നെഹ്റു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഒരുപാട് ഇടപഴകിയിട്ടുണ്ട്. മാർക്സിനെയും എംഗൽസിനെയും ലെനിനെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ സമാപിക്കുന്ന ലെനിൻ്റെ ഒരു കൊട്ടേഷനോട് കൂടിയാണ്. അപ്പം അത്തരത്തിൽ നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ കാലത്ത് പല സ്വയംവിമർശനങ്ങളും ഉണ്ടായിരുന്നു. നെഹ്റു തന്നെ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടൊരു തൂലികാനാമത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു പത്രത്തിൽ നാഷണൽ ഹെറാൾഡോ മറ്റുമാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആർക്കും അറിഞ്ഞുകൂടാ നെഹ്റുവിനെ ഇത്ര രൂക്ഷമായിട്ട് വിമർശിക്കുക. പിന്നീടാണ് അറിയുന്നത് നെഹ്റു ഒരു വിഗ്രഹമായി മാറ്റപ്പെടുന്നു എന്ന് നെഹ്റുവിന് തോന്നിയത് കൊണ്ട് തൻ്റെ പാർട്ടിയെ തന്നെ പാർട്ടി പ്രവർത്തകരെ തന്നെ കറക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നെഹ്റു തൂലികാനാമത്തിൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനമാണ്. അത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നെഹ്റുവിലെ ജനാധിപത്യവാദിയെ അവിടെ ഞാൻ കണ്ടു. 10,000 പത്തിയുള്ള ഒരു വിഷസർപ്പമായിട്ടാണ് ഞാൻ സംഘപരിവാറിനെ കാണുന്നത്. തുറന്നു പറയുകയാണ്, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു. ചില സഖാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞത് പങ്കുവെക്കാം. സഖാവ് RSSും BJP ഒക്കെ ആയിട്ട് ഒരിക്കലും സഹകരിക്കലും നമ്മൾ വിചാരിച്ച ചില ആളുകളെല്ലാം ഇവിടെ ചെറിയ രൂപത്തിൽ അവരൊക്കെ ആയിട്ട് ചേർന്ന് നടക്കുന്നു, അവരുടെ അനുഭാവികളായിട്ട് മാറുന്നു എന്ന് കാണുമ്പോൾ മറ്റൊരു പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കുന്നു കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പ്രതിച്ചാൽ നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാമെന്ന് കരുതും. പക്ഷെ ഇതല്ല, ഇത് വേറൊരു പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിന് നേരിടാൻ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം കേരളത്തിലും ഇത് സ്വാധീനം വ്യാപിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗൗരവത്തിൽ ഇതിനെ കണ്ട് ഇതിനുള്ള പ്രതിരോധങ്ങൾ വികസിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഒട്ടും നമുക്ക് സമാധാനിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിൽ അവരുടെ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഒരു വളർച്ച ഇപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്. വലതുപക്ഷ സ്ഥാനങ്ങളിൽ അവരുടെ ഒരു വളർച്ച എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി വളരെ കൗശലപൂർവ്വം ജനങ്ങൾക്കിടയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പല സ്ഥലത്തും അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിൽ അവർ ചെറുതും വലുതുമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. വിന്ധ്യനിപ്പുറത്തേക്ക് വർഗീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കടന്നു വരില്ല എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നെങ്കിൽ ഇന്നങ്ങനെ അഭിമാനിക്കാൻ കഴിയില്ല. ലോക്സഭയിലേക്കും ഒരാൾ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ അസംബ്ലിയിലേക്കും ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർ കഴിഞ്ഞു. ആ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിമാനകരമാണെങ്കിൽ പോലും
കേരളത്തിലെ പല അസംബ്ലി മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ BJPയുടെ ഈ വളർച്ചയ്ക്ക് പങ്ക് വഹിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ചില കണക്കുകൾ വെച്ച് ആർക്കും കാണാവുന്നതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അസംബ്ലിയിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിൻ്റെ കുത്തനെയുള്ള കുറവാണ് BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ട വോട്ടായിട്ട് മാറിയത് എന്നുള്ള കണക്ക് നിയമം അസംബ്ലി മണ്ഡലം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് പിന്നെ BJP കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചത്. അത് UDFൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേതാവ് എൻ്റെ സുഹൃത്ത് ശ്രീ TN പ്രതാപൻ ജയിച്ച സീറ്റാണ്. ജയിക്കുമ്പോൾ TN പ്രതാപന് കിട്ടിയ വോട്ടിൽ 1,84,000 ചിലവാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് BJP സ്ഥാനാർത്ഥി ജയിച്ച തിരഞ്ഞെടുപ്പിൽ കുത്തനെ കുറവുണ്ടായത്. ഏതാണ്ട് തത്തുല്യമായ വോട്ടാണ്, 75,000 വോട്ടാണ് അവിടെ നിന്ന് ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമായിട്ട് മാറിയത്. അപ്പം വളരെ വ്യക്തമാണ്. മാത്രമല്ല LDF സ്ഥാനാർത്ഥിക്ക് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 16,000 ചിലവാന വോട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ചുമതല മുഴുവൻ, ഉത്തരവാദിത്വം മുഴുവൻ കോൺഗ്രസിനും UDFനും മാത്രമാണെന്ന് കരുതാൻ പറ്റുമോ? മുഖ്യ പങ്ക് അവർക്ക് തന്നെയാണെന്ന് ഈ കണക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിലും മറ്റു പാർട്ടികളുടെ സ്വാധീനത്തിലേക്കും അവർ കടന്നു കയറുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലകളിലേക്കും BJP കടന്നു കയറുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബൂത്തുകളിലും BJPയുടെ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത് നേരിടുന്നതിന് വേണ്ട പ്രത്യേക പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ മതേതര ജനാധിപത്യ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമാണ്. കാരണം ഇത് സാധാരണഗതിയിലുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഭരണഘടനാ ബാഹ്യമായ അർദ്ധസൈനിക ദളമായി പ്രവർത്തിക്കുന്ന അർദ്ധ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. RSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. കേരളത്തിന് ഇതിനെ ചെറുക്കാനുള്ള ശേഷിയുണ്ട് ഒട്ടേറെ കാരണങ്ങളാൽ. പക്ഷേ അതിൽ നമ്മൾ ശേഷിയുണ്ടെന്നൊരു അന്ധവിശ്വാസമായിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. വളരെ വിചാരിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവരാണ് ഈ RSSകാർ. ഇപ്പോൾ ത്രിപുര പോലൊരു സംസ്ഥാനത്തിൽ RSSൻ്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെ ഒരു ഭരണം വരുമെന്ന് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന് അത്ര. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ വളരെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറഞ്ഞ് ത്രിപുരയിലെ അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു ടീമിനെ ഇറക്കുകയാണ് നിശബ്ദമായി, ആരും പുറമേ അറിയുന്നില്ല. ഓട്ടോറിക്ഷക്കാർ വഴി ഇവർ വഴിയെല്ലാം ഇറക്കിയിട്ട് വളരെ അടിസ്ഥാനരഹിതങ്ങളായ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരാക്ഷേപം, പുറത്ത് നടക്കുന്ന ആക്ഷേപം, പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിൻ്റെ മക്കൾ BJPയിലാണെന്നാണ്. അപ്പോൾ എനിക്ക് വിളിച്ചു ചോദിക്കേണ്ടി വന്നു. മക്കളില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുക. അപ്പം ഇത്തരം നുണകളാണ് അവിടെയും പ്രചരിപ്പിച്ചത്. 7ാം ശമ്പള കമ്മീഷൻ ആ രൂപത്തിൽ അവിടെ നടപ്പാക്കിയിരുന്നില്ല. അത് വലിയ സാമ്പത്തിക ചെറിയ സംസ്ഥാനമാണ്. അപ്പോൾ ഇത് അതിനെ അപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചു നിൽക്കുകയാണ്. ചുരുക്കത്തിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ കൂട്ടമാണ് RSSും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും. അവർ ഓരോ സ്ഥലത്തും അവർക്ക് ആ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനൊരു ഒരു പ്രൊജക്റ്റാണ്. അതൊരു പ്രത്യേക പ്രൊജക്റ്റാണ്. അത് BJPയുടെ എവിടെയും സ്വാധീനം ഉറപ്പിക്കാൻ അവിടെ എന്ത് വേണം എന്നുള്ളത് അവിടെ ഉള്ളവർ തീരുമാനിച്ച് അതിൽ പണം, മസിൽ പവർ, പിന്നെ ആളുകളെ ഇപ്പം മറ്റേ ചണ്ഡീഗറിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പിന്നെ ഇലക്ഷൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട ആളാണല്ലോ വോട്ട് കുത്തിയിടുന്നത്. അത് അപ്പം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് വേണം ഇവരെ നേരിടാൻ. അപ്പം BJPയുടെയും RSSൻ്റെയും കുതന്ത്രങ്ങൾ നേരിടാനുള്ള മാർഗങ്ങൾ വേണ്ടത്ര പഠിച്ചിട്ടുണ്ടോ? അതിനെ നേരിടാൻ ചുമതല ഏറ്റെടുത്തിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ
ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം അവർക്ക് അതിൽ ശേഷി നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ചോദ്യമുണ്ട്. ഇന്ത്യ ബ്ലോക്കിൽ സഹകരിക്കുന്നവർ എന്നുള്ള തരത്തിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട കാര്യമാണ്, സംസാരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ കൃത്യമായിട്ടുള്ള ധാരണ വേണം ബി ജെ പിയെക്കുറിച്ച്. ആ ധാരണ സൗഹാർദ്ദപൂർവ്വം വിമർശനപരമായിട്ട് പറയുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലോ അഖിലേന്ത്യാ തലത്തിലോ ഇല്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് ബി ജെ പിയെക്കാളും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് തങ്ങളുടെ കടമ എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നത്. ഇവിടെ ദേശീയ തലത്തിൽ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതല വരുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണത കൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ യോജിച്ച ചില പ്രവർത്തനങ്ങൾ നടത്താൻ അതിൽ ഉൾപ്പെട്ട പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് രൂപവൽക്കരിച്ച ഒരു ബ്ലോക്കാണ് ഇന്ത്യ ബ്ലോക്ക്. ആ ബ്ലോക്ക് രൂപീകരിക്കുമ്പോൾ തന്നെ ചില സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള പ്രത്യേക സാഹചര്യങ്ങളാൽ ആ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ പരസ്പരം മത്സരിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ രാഷ്ട്രീയമായ കൂട്ടുകെട്ട് സംസ്ഥാനത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇതിൻ്റെ നേതൃത്വത്തിൽപ്പെട്ടവർക്ക് ഇതിനറിയാം. ഇപ്പം ഡൽഹിയിൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴും ഡൽഹി ക്യാപിറ്റൽ റീജിയൻ ടെറിട്ടറി ഭരിച്ചിരുന്നത് ഇന്ത്യ ബ്ലോക്കിലെ ഒരു പാർട്ടിയാണ്, ആം ആദ്മി പാർട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ട് ബി ജെ പി അതും കൂടെ പിടിച്ചു. ആ പിടിച്ചതിൽ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ അവിടെ പരസ്പരം മത്സരിച്ചത് ഒരു ഘടകമല്ലേ. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കാം, മത്സരം ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. പക്ഷെ സംസ്ഥാനത്തിൻ്റെ സവിശേഷത കൊണ്ട് അഥവാ പരസ്പരം മത്സരിച്ചാൽ ആ മത്സരിക്കുമ്പം അവർ മുറുകെ പിടിക്കേണ്ട ഒരു തത്വം എന്താ? നമ്മൾ പരസ്പരം മത്സരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഒരു അഡ്വാൻറ്റേജായിട്ട് ഒരിക്കലും മാറാതിരിക്കാൻ നമ്മൾ കരുതൽ കാണിക്കണം. ആ കരുതൽ കാണിക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിൽ ഒരു പരിധിവരെ ആ കരുതലുണ്ട്. എൽ ഡി എഫും യു ഡി എഫും പരസ്പരം മത്സരിക്കുമ്പോഴും ബി ജെ പി അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല. എന്നാൽ ചില സ്ഥലത്തെടുത്തു, നേമത്തെടുത്തു, അസംബ്ലിയിൽ, തൃശ്ശൂരെടുത്തു, പാർലമെൻറ്റിൽ. അപ്പോൾ അതിൽ ജാഗ്രതക്കുറവ് എവിടെ ഉണ്ടായി? അതിനകത്ത് ആത്മവിശ്വാസന വേണ്ടേ? ആത്മവിശ്വാസന വേണം. അപ്പോൾ അത്തരത്തിൽ പക്വമായി നമ്മൾ നീങ്ങണം. കേരളത്തിൽ ഇവരുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന് എതിരായ ഒരു സമീപനം ബി ജെ പിയുടെ ആപത്തിനെക്കുറിച്ച് ശക്തമായ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ബി ജെ പി ശക്തിപ്പെട്ടാലും അപകടമില്ല. ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ് തങ്ങളുടെ പ്രധാന കടമ. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ബി ജെ പിയുമായിട്ട് ചെറിയ തോതിൽ സഹകരിച്ചാലും തെറ്റില്ല എന്ന നിലയിൽ അത് പ്രതിപക്ഷ ധർമ്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും പിന്തുടരുന്ന സമീപനത്തിൻ്റെ ശ്രദ്ധക്കുറവും ബി ജെ പി കേരളത്തിൽ ശക്തിപ്പെടുന്നതിന് കാരണമാവുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ബി ജെ പി ശക്തിപ്പെടുന്നതിനെതിരായി ജാഗ്രത പാലിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാൻ ഇടതുപക്ഷവും CPI-യും തയ്യാറാണ്. ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയെക്കുറിച്ച് വലതുപക്ഷത്തിനും CPM-ൻ്റെ ഭാഷയിൽ പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഒക്കെയുള്ളൊരു സ്ഥിരം വിമർശനമാണ് കേരളത്തിലെ പാർട്ടി മുഴുവൻ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നു. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ വിമർശനത്തോട് എങ്ങനെ പ്രതികരിക്കും? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് പരിഹാരം കാണാനുള്ള ഒരു മാർഗം ഈ പാർട്ടിയുടെ കമ്മിറ്റികളിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ അവിടെ പ്രവേശനം തരിക എന്നുള്ളതാണ്. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പറയുന്നത് മാത്രമാണ് അവിടെ തീരുമാനമാകുന്നത്. എനിക്കാകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്വീകാര്യരായ നേതാക്കന്മാർ വ്യത്യസ്ത ഘട്ടങ്ങളിലുണ്ടായിരുന്നപ്പോൾ അതിൽ വളരെ ജൂനിയറായിട്ട് സന്നിഹിതനാകാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു കാലത്തെക്കുറിച്ച് ഞാൻ പറയാം. EMS ഉണ്ടായിരുന്ന കാലം, അന്ന് കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ള തരത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. നയനാരെന്നുണ്ട്, VS ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഒരാളെ തീരുമാനിക്കുന്ന ഒരു വിഷയം പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ വരും. എന്ത് തീരുമാനവും വരുമ്പോൾ എന്ത് തീരുമാനം എടുക്കേണ്ടതിന് അവിടെ സ്വതന്ത്രമായ ചർച്ച നടക്കും. ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കും. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് പക്ഷേ ഇത് ഇങ്ങനെ പോകുന്നതല്ലേ നല്ലതെന്ന് എണ്ണം എടുക്കാതെ ചിലപ്പോൾ ചോദിക്കും, നമുക്ക് എങ്ങനെ ആയിക്കൂടെ. അപ്പം അതിനോട് വിയോജിപ്പുള്ള സഹാക്കൾ
ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയും അല്ല അത് അങ്ങനെ തീരുമാനിക്കുന്നത് നമ്മൾ. അപ്പം പിന്നെ എന്താണ് അഭിപ്രായം പറഞ്ഞ് എത്ര പേരാണെന്ന് നോക്കും. അപ്പോൾ എനിക്കുള്ള ഓർമ്മ വരുന്ന ഒരു നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ആര് വേണം എന്ന ഒരു പേര് മാത്രമാണ്. അപ്പോൾ അതാണ് നമ്മളത് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് EMS ഒരു പേര് നിർദ്ദേശിക്കുകയാണ്. സോ നയനാർ അതിനെ അനുകൂലിക്കുകയാണ്, മറ്റു പലരും അതിനെ അനുകൂലിച്ചു, ഞാനും അതിനെ അനുകൂലിച്ചു. അങ്ങനെ അനുകൂലിച്ചവരവിടെ ഉണ്ടായിരുന്നവരിൽ 7 പേരാണ്, EMS മുതൽ ഞാൻ വരെ. പക്ഷേ 8 പേര് അതിനെ അനുകൂലിച്ചില്ല. അപ്പോൾ EMS നയനാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ആ പേരല്ല തീരുമാനമാകുന്നത്. 8 പേര് എടുത്ത അഭിപ്രായമാണ്. ഇങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം പിണറായി വിജയൻ്റെ അഭിപ്രായം ഒത്തുവരുന്നിട്ടുള്ള സന്ദർഭങ്ങളുമുണ്ട്, മറിച്ചുള്ള സന്ദർഭങ്ങളുമുണ്ട്. ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഓരോ തരത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇതെല്ലാം പിണറായി വിജയനാണ് തീരുമാനിക്കുന്നുള്ള മട്ടിലാണ്. EMS ഉള്ളപ്പോൾ എല്ലാം EMS ആയിരുന്നില്ല. പിന്നെ സുർജിത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം സുർജിത്ത് ആയിരുന്നില്ല. പോളിറ്റ് ബ്യൂറോയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളതടക്കം കേന്ദ്ര കമ്മിറ്റി വന്ന് വന്നിട്ട് അവിടെ ചർച്ചയായിട്ടാണ്. പിന്നെ ചില സമയത്ത് വോട്ട് വേണ്ടി വരും, ചില സമയത്ത് വോട്ടില്ലാതെ തന്നെ കൺസെൻസസിലൂടെ തീരുമാനിക്കും. ഇങ്ങനെ തീരുമാനിക്കുന്ന സമ്പ്രദായമാണ്. ഇപ്പം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ കാര്യമാണെങ്കിൽ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ കാര്യമാണെങ്കിൽ ആരെല്ലാം വേണം, പല തലങ്ങളിൽ ചർച്ച നടക്കും. അതിൽ എത്രയോ വിഷയങ്ങളിൽ പിന്നെ വളരെ സ്വതന്ത്രമായ ചർച്ച നടന്നതിന് ശേഷം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ട് പൊതുവായൊരു അഭിപ്രായത്തിലേക്ക് എത്താൻ വേണ്ടി ഇവർ ഓരോരുത്തരും സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഓരോന്നിലും പിണറായി വിജയൻ എന്ത് ചിന്തിക്കുന്നു അത് മാത്രമാണ് തീരുമാനമാവുക എന്ന തരത്തിലുള്ള ഒരാഖ്യാനം വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുക ഏത് കാര്യത്തിലും. പാർട്ടിയിലെല്ലാം പിണറായി വിജയൻ തീരുമാനിക്കുന്നു, വേറെ ആർക്കും തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പിണറായി വിജയൻ ഇത് തൻ്റേതാക്കി മാറ്റിയെന്ന് പറഞ്ഞ് ഞാൻ ഒരിടത്ത് വിശദീകരിച്ചു. ഞാൻ ഇതിൻ്റെ EMS ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ AKG ഭവൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് VT രണദിവയാണ്. എന്നിട്ട് ജനറൽ സെക്രട്ടറി EMS എന്ന് വേണമെങ്കിൽ താഴെ എഴുതി, അതുപോലെ എഴുതിയിട്ടില്ല. ഇതിനൊന്നും പാർട്ടിക്കൊരു പ്രാധാന്യമില്ല, അത്തരത്തിൽ പാർട്ടി പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ AKG ഭവൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ ഇത് വിവാദമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതെന്താന്ന് നോക്കിയത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ എല്ലാത്തിലും കുറ്റം ചെയ്തയാളായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം സ്വന്തം പ്രവർത്തനത്തിലൂടെ പിണറായി വിജയൻ ഇന്ന് കേരളമാകെ അംഗീകരിക്കുന്ന ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് തകർത്താൽ മാത്രമേ CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രാധാന്യം കുറയ്ക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി ബോധപൂർവ്വം നടക്കുന്ന ഒരു ശ്രമമായി മാത്രമാണ് ഈ പ്രചരണത്തെ ഞാൻ കാണുന്നത്. അത്രയേ ഉള്ളൂ. ഒരു കാലത്ത് കേരളത്തില് CPM-ന്റെ വിഭാഗീയത ശക്തമായിരുന്നു. താങ്കൾ പറയുന്നത് കേട്ടിട്ട് പലപ്പോഴും പാർട്ടിക്കകത്ത് വളരെ യൂണിഫോമായിട്ട് വളരെ യുണൈറ്റഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന മട്ടിലാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഒരു കാലത്ത് കേരളത്തിലെ CPM-ൽ വിഭാഗീയത ഉണ്ടായിരുന്നു, അതൊരു റിയാലിറ്റിയുമാണ്. അന്ന് ആവർത്തിച്ച് കേട്ടിട്ടുള്ളത് പിണറായി വിജയന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ താങ്കളുടെ പേരും കേട്ടിട്ടുണ്ടായിരുന്നു, പല രീതിയിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ചോദ്യം വരുന്നത്. താങ്കൾ പിണറായിക്കും വളരെ മുന്നേ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ആളാണ്, അതിനുശേഷം ദീർഘനാൾ അവിടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷെ പാർട്ടിയിൽ ഒരു പദവി വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ചകൾ വരുമ്പോൾ പാർട്ടിയിൽ ചില പക്ഷങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അതിലെ MABBയുടെ പേര് ഒരിക്കലും കാണാറില്ല. അതുകൊണ്ടുകൂടെയാണ് എല്ലായ്പ്പോഴും ഒരാളാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അയാളുടെ തീരുമാനങ്ങളിൽ പലരും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണെന്നും ഒരു ഇംപ്രഷൻ ഉണ്ടാകുന്നു. ഞാനിപ്പം ഈ ചോദ്യത്തിന് കൂടെ ബാധകമായ വിധത്തിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പം എന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് പിണറായി ഒരു പങ്ക് വഹിച്ചു എന്നുള്ള തരത്തിലാണ് അവതരിപ്പിച്ചത്. ഞങ്ങൾ സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിലെല്ലാം ചരിത്രം ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും ഒന്നാണ് ഓരോ കമ്മിറ്റിയിലും വന്നതെന്നില്ല. പാർട്ടിയിൽ
ഈ കമ്മിറ്റികളിലേക്കെല്ലാം സഹാക്കളെ ഉൾപ്പെടുത്തുന്നത് പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന പല ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ചർച്ചയെ തുടർന്നിട്ടാണ്. പാർട്ടിയുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇപ്പോൾ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നത് എപ്പോഴാണ്? നയനാർ ഗവൺമെൻറ്റിൽ മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ നാട്ടിൽ KPCC അധ്യക്ഷനായിരിക്കുന്നയാൾ KPCC അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അനുഭവം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചുമതല ഒഴിവാക്കി പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സഖാവ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും വരുന്നു, പോളിറ്റ് ബ്യൂറോയിലേക്കും വരുന്നു. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചു വന്ന, പ്രായം കൊണ്ട് ഞങ്ങൾക്കെല്ലാം സീനിയറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലേക്കും വരികയാണ്. അപ്പോൾ എന്നെക്കാളുമെല്ലാം സീനിയറായിരുന്നിട്ടും എന്തുകൊണ്ട് CCയിൽ സഖാവ് വന്നില്ല? ഇനി സഖാവ് ചടയൻ്റെ കാര്യം ഞാൻ പറയാം. തിരുവനന്തപുരം പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് ഞാൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ സഖാവ് ചടയൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നിട്ടില്ല. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പറയുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് ഞാൻ കരുതുകയാണ്. അത് കഴിഞ്ഞിട്ട് സഖാവ് ചടയനെ കണ്ടിട്ട് സഖാവ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാതിരിക്കുമ്പോൾ ഞാൻ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് എനിക്ക് വളരെ സംശയമുണ്ട് എന്ന് സംസാരിച്ചതാണ് ഞാൻ. അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങളെല്ലാം തമ്മിൽ, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പം തന്നെ സഖാവ് ചടയൻ എന്നെ ശാസിച്ചു. നിങ്ങളെന്താ ഈ പറയുന്നത്? ഞാൻ എവിടെ പോയിട്ടെന്താ, കേന്ദ്ര കമ്മിറ്റി പോയിട്ടെന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളാണ് വരേണ്ടത്, ശരിയായ തീരുമാനമാണ് പാർട്ടി എടുത്തത്. ഞാൻ സഖാവ് അങ്ങനെ പറഞ്ഞത് ഞാൻ ആദരിക്കുന്നു, പക്ഷേ എനിക്കത് അതിനകത്ത് വിശ്വാസമില്ല. കാരണം സഖാവ് ചടയൻ പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നുണ്ട്. അപ്പം ഞാനാണ് സഖാവ് ചടയൻ പറയുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ പരിഭാഷപ്പെടുത്തുന്നത്. എത്ര സൂക്ഷ്മമായ ഓർമ്മശക്തിയോടുകൂടിയാണ്, ഒരു കുറിപ്പും എടുക്കാതെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ, സഖാവ് ചടയൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതൊരു കുറവല്ല. അപ്പം എൻ്റെ ബോധത്തിൽ സഖാവ് ചടയൻ എന്നേക്കാൾ മുമ്പും കേന്ദ്ര കമ്മിറ്റിയിൽ വരേണ്ട ആളാണെന്നുള്ള അഭിപ്രായം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം ഓരോരോ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങൾ പത്രലേഖകർ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജൈവികമായ പ്രക്രിയ ഈ പാർട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്തും ഓരോ ഉത്തരവാദിത്തത്തിൽ ആര് വരണം എന്നുള്ളത് പാർട്ടിയിൽ കൂട്ടായ തീരുമാനത്തിലൂടെ സഹാക്കൾ കൈക്കൊള്ളുന്ന തീരുമാനമാണ്. അതിൽ ആരെങ്കിലും ഒഴിവാക്കി നിർത്തണം എന്നുള്ള തരത്തിൽ തീരുമാനിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ തീരുമാനങ്ങൾ ഓരോന്നും, ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും, ഇപ്പം നിങ്ങൾ കണക്കാക്കുന്ന പോലെ എന്തുകൊണ്ട് ആ സഖാവ് വന്നില്ല എന്നെല്ലാമുള്ള ചർച്ച നടത്താൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് രാഷ്ട്രീയവും സംഘടനാപരവുമായ ഒരു യുക്തി ഓരോ തീരുമാനത്തിലുമുണ്ട്. എൻ്റെ പാർട്ടി ജീവിതം ആകെ എടുത്ത് നോക്കുമ്പോൾ എനിക്കതിൻ്റെ ആകത്തുകയായി പറയാനുള്ളത്, നിങ്ങളെല്ലാം പല ഉത്തരവാദിത്തങ്ങളിലും ഞാൻ വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പാർട്ടി തെറ്റായൊരു അവഗണനയുടെ സമീപനം എടുത്തത് വഴി എന്തെങ്കിലും ഒരു ചുമതല എനിക്ക് എപ്പോഴെങ്കിലും നിഷേധിക്കപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നേയില്ല. മറിച്ച് എനിക്ക് പാർട്ടി നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും എനിക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതലാണ് എന്നുള്ള കൃത്യമായ വിചാരമാണ് എനിക്കുള്ളത്. ഞാൻ ഏറ്റെടുത്ത പല ഉത്തരവാദിത്തങ്ങളിലും വരാൻ എന്നേക്കാൾ യോഗ്യരായ എത്രയോ പേർ പാർട്ടിയിൽ എൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. അതാണ് ഞാനും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള എൻ്റെ വളരെ കൃത്യമായ വിലയിരുത്തൽ. കാലത്തിനനുസരിച്ച് പാർട്ടി മാറേണ്ട ആവശ്യകതയെ കുറിച്ച് താങ്കൾ ആദ്യം പറഞ്ഞിരുന്നു. ഈ പാർട്ടിയിലുള്ളവർ മദ്യപിക്കാൻ പാടില്ല എന്ന് തുടങ്ങി പ്യൂരിറ്റാനിക്കലി ഹൈലി മോറലിസ്റ്റിക് ആയ അങ്ങനത്തെ ചിന്തകൾക്ക് മാറേണ്ട സമയമായില്ലേ? അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് EMSൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബെർലിൻ ഡയറി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു പുസ്തകമാണ്. ബെർലിനിൽ പോയപ്പോൾ അവിടുത്തെ ടോസ്റ്റ് ഓഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം, അത് ജർമ്മൻ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്, GDR. അപ്പോൾ ടോസ്റ്റ് ഓഫർ ചെയ്യുമ്പം
വോഡ്കയാണ് ഒഴിച്ചിരുന്നത്. അപ്പം ടോസ്റ്റ് പറയുന്ന ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായി എനിക്കും വോഡ്ക രുചിക്കേണ്ടി വന്നു എന്നാണ് EMS എഴുതിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയിൽ ഈ മദ്യത്തോടുള്ള സമീപനം വളരെ സദാചാരബദ്ധമാണ്. മദ്യപിക്കുക എന്ന് പറയുന്നത് സദാചാര വിരുദ്ധമാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതിനകത്ത് മഹാത്മാഗാന്ധിയാണ് അതിനകത്ത് പ്രധാന ആ കാഴ്ചപ്പാടിൻ്റെ വക്താവ്. മഹാത്മാഗാന്ധിയായിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവരും EMSനെ പോലെ AKG പോലുള്ളവരുമൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാം ഐക്കൺ, അവരുടെ എല്ലാം മാതൃക മഹാത്മാഗാന്ധിയായിരുന്നു. അതുകൊണ്ട് ആ പാരമ്പര്യം പിന്തുടർന്നു. ഗാന്ധിയൻ പാരമ്പര്യത്തിൽ ഏറ്റവും ലളിത ജീവിതം നയിക്കുക, ഏറ്റവും സദാചാര ഭദ്രമായ ജീവിതം നയിക്കുക, അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും മുന്നണിയിൽ നിന്നിട്ടുള്ളത്. അത് ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പാരമ്പര്യം തുടരുന്നതാണ് നല്ലത്. കാരണം ഈ മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം മദ്യപിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു കുപ്പി പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചില സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രൊഫസറായ ചില ആളുകളാണ്, അവരുടെ എന്തോ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന പോലെയാണ്. ഇതിപ്പോൾ കുടിച്ച് തീർത്തിട്ട് ഇതിനകത്ത് 1ാം സമ്മാനം എനിക്ക് കിട്ടണം, ഏറ്റവും കൂടുതൽ മദ്യപിച്ചയാൾ എന്നുള്ള മട്ടിലാണ്. എന്നാൽ ലോകത്തെ പ്രസിദ്ധരായ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും ഈ മദ്യപാനോത്സവമുണ്ട്. പക്ഷെ അവരെല്ലാം ഒരിക്കലും അവർ ലക്ക് കെടാറില്ല. ഇപ്പോൾ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മറ്റ് പാർട്ടികളുടെ നിന്ന് വരുന്നവരുടെ മദ്യപിക്കാനുള്ള കപ്പാസിറ്റി അവർ അളക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോകുന്ന CPIMൻ്റെ ഒക്കെ ഡെലിഗേഷനുള്ളവരെല്ലാം ഈ മത്സരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴുമുണ്ട്. ഇപ്പം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ലെനിനും സ്റ്റാലിനും ഇവരെല്ലാം PB മീറ്റിംഗ് കഴിഞ്ഞാൽ വോഡ്ക എന്ന് പറഞ്ഞാൽ അവരുടെ ചാരായത്തിനുള്ള പേരാണ്, നമ്മുടെ ചാരായത്തിന് അവിടെയുള്ള പേരാണ് വോഡ്ക. അപ്പം ഈ ഒരു സ്ഥിതിയാണ് പൊതുവിലുള്ളത്. അപ്പം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തി അത്യാവശ്യം വേണ്ട മദ്യമെല്ലാം കഴിക്കുന്നവരായിട്ട് മാറണമെന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ എഴുതി അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ പാർട്ടിയും അത്തരം ചർച്ചകളിലേക്ക് പോയി എന്ന് വരും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. LDF മൂന്നാമതും വരുമെന്നൊരു നെറേറ്റീവ് ഇപ്പോൾ പൊതുവെ കേട്ട് വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ LDF വീണ്ടും വന്നാൽ അത് പാർട്ടിക്ക് വളരെ ദോഷമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പ്യൂരിറ്റൻ കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട്. അവരോട് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? ആ അങ്ങനെ പേടിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഭയപ്പെടുന്ന തരത്തിൽ തുടർഭരണം ഉണ്ടായാൽ വ്യതിയാനങ്ങളോ പോരായ്മകളോ ഉണ്ടാകുന്ന തരത്തിൽ ആവില്ല. വ്യതിയാനങ്ങളും പോരായ്മകളും ഉണ്ടാവില്ല എന്ന് ശ്രദ്ധിച്ച് മാതൃകാപരമായൊരു പ്രവർത്തനം തന്നെ, പോരായ്മകളില്ലാത്ത ഒരു തുടർഭരണം തന്നെ ഉറപ്പാക്കാൻ പാർട്ടിക്കും LDFനും ശ്രദ്ധിക്കാൻ കഴിയും. അതിനുള്ള പ്രാപ്തിയുണ്ട്. കാരണം ഇതിനകം തന്നെ ആ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടം എന്താണെന്ന് പല സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തുടർഭരണത്തിന് പ്രതീക്ഷിക്കുന്ന തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ പുതിയ ആ ഗവൺമെൻറ് പ്രവർത്തിക്കുക. അത് ഇത്തരത്തിൽ ഭയപ്പെടുന്ന, സതുദ്ദേശത്തോടുകൂടി ഭയപ്പെടുന്ന സുഹൃത്തുക്കളോട് അതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഈ ബംഗാളിലെയും ത്രിപുരയിലെയും പരാജയത്തെ കുറിച്ച് സംസാരിച്ചു. അവിടുത്തെ പരാജയങ്ങളിൽ നിന്ന് കേരളത്തിലെ CPM എന്തൊക്കെ പാഠങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? ബംഗാളിലെയും ത്രിപുരയിലെയും പരാജയങ്ങളിൽ നിന്ന് മാത്രമല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ്റെ തിരിച്ചടിയിൽ നിന്ന് ഞങ്ങൾ പാഠങ്ങൾ പഠിക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് തുടർച്ചയായിട്ട് ഭരണം ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നല്ലോ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത്. അപ്പം ഭരണത്തിൽ വരുമ്പോൾ അതൊരുപാട് സാധ്യതകൾ നൽകുന്നു എന്നതുപോലെ തന്നെ അത് പ്രശ്നങ്ങളും സൃഷ്ടിക്കാം. ജനങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പരീക്ഷണം. അതിന് വളരെ ചടുലമായി, വളരെ പ്രാപ്തമായി, വളരെ പ്രൊഫഷണലായൊക്കെ ഇടപെടേണ്ടി വരും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സേവനങ്ങൾ നൽകാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം അജണ്ടയിലേക്ക് എടുക്കുവാൻ. അപ്പം വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ചെയ്യാൻ പറ്റുമായിരുന്നെല്ലാം അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവോ
തുടങ്ങിയ വിഷയങ്ങളുണ്ട്. പിന്നെ പാർട്ടി തന്നെ കണ്ടിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ഷോർട്ട് കമ്മിങ്സ് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിട്ടുണ്ട്. ത്രിപുര ഒരു പ്രത്യേക കേസാണ്. ഒരു അടിയിൽ നിന്നുള്ള ഒരു അട്ടിമറിയാണ് അവിടെ നടന്നത്. അടിയിൽ നിന്ന് അട്ടിമറി നടക്കുന്നത് എന്തുകൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം വളരെ ഗൗരവമാണ്. അപ്പം എവരിത്തിങ് പിന്നെ മണിക് സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റിൽ പോയാൽ പാർട്ടി ഓഫീസിലേ പുള്ളി ഉറങ്ങുകയുള്ളൂ. സ്വന്തമായിട്ടൊരു സമ്പത്തുമില്ല. വളരെ ഫ്രൂഗലായിട്ടുള്ള പിന്നെ ലൈഫാണ്. ഇതൊക്കെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം അതിനെങ്ങനെ ബാധിക്കും? അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർ എത്ര പിന്നെ മൂല്യങ്ങൾ ഉള്ളവരാണ്? ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെ സൂക്ഷ്മമായൊരു ചിന്തയല്ല. അടിയിലൂടെ പല പ്രവർത്തനങ്ങളും നടക്കാം. ഇതുപോലെ പിന്നെ എന്താണ് കെട്ടിച്ചമച്ച ആക്ഷേപങ്ങൾ ആരെക്കുറിച്ച് വേണമെങ്കിലും. അപ്പോൾ അതൊന്നും കണ്ടില്ല. അതാണ് ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം. അതിന്ന് പാഠമുണ്ട്, അതിന്ന് പഠിക്കാനുള്ള പാഠമുണ്ട്. എന്ത് തരത്തിലുള്ള പ്രചരണവും നടക്കാം എന്നുള്ള പാഠം ഇപ്പോൾ കേരളത്തിൽ കാണാത്തതല്ല. കേരളത്തിൽ അതുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ത്രിപുരയിൽ സംഭവിച്ചതും ബംഗാളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓവർ-ആർച്ചിങ് ഒരു എന്താണ് ഒരു റെയിൻബോ അലയൻസാണ്. തീവ്രവാദികൾ മുതൽ SUCA പോലുള്ളവർ ഇവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവിടെ പിന്നെ സിംഗൂറും ഒക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളൊരു അജണ്ട ബംഗാളിലെ ബുദ്ധ ഭട്ടാചാര്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു. കാര്യം കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അടുത്തായിട്ട് വ്യവസായവൽക്കരണമാണ് വരേണ്ടത്. അതുവഴി തൊഴിലുകൾ നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് പിന്നെ മൂലധനത്തെ ആകർഷിക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വരും. ഭൂമിയുടെ അവകാശികൾക്ക് യഥാർത്ഥത്തിലുള്ളതാണ് അവകാശമെങ്കിലും ആ അവകാശം ഉറപ്പിച്ചു കൊടുത്ത് ഇടത് മുന്നണിയാണ്. അവരുടെ സമരത്തിലേക്കാണ് ഇതിലെത്തിയത്. സ്വാഭാവികമായിട്ടും അവരുടെ ഭൂമി നമുക്ക് ഏറ്റെടുക്കാൻ, അവരുടെ മക്കൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതങ്ങോട്ട് ആരംഭിക്കുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടായി. സിന്ധൂരിലും നന്ദിഗ്രാമിലും രണ്ടിടത്തും രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ. പക്ഷേ അതിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് നീണ്ടുപോകുന്നുണ്ടെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്തുകൂടാ. അവിടെ വ്യവസായവൽക്കരണം ആവശ്യമാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായല്ലോ. അപ്പം അവർക്ക് പിന്നെ കൂടുതൽ ആകർഷകമായിട്ടുള്ള പിന്നെ നഷ്ടപരിഹാരം കൊടുക്കണം, അവരെ വിളിച്ചുകൂട്ടി സംസാരിക്കണം. അതൊന്നും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും ഉണ്ടായി. പക്ഷേ ഇവിടെ അവരുമായിട്ട് നല്ല സംവാദം നടത്തി സംസാരിച്ച് പിന്നെ തെറ്റായ പിന്നെ അതിരുകടന്ന അവകാശവാദങ്ങളുമായിട്ട് നിൽക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ തുറന്നു കാണിച്ച് ബാക്കിയുള്ളവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണല്ലോ ഈ നാഷണൽ ഹൈവേ ആണെങ്കിലും മറ്റേ LNG പൈപ്പ് ലൈൻ ആണെങ്കിലും ഇത് ഓരോന്നും നടപ്പാക്കിയത്. അപ്പം ബംഗാളിലെ അനുഭവത്തിൻ്റെ പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പലതും ഏറ്റെടുത്ത് LDF ഗവൺമെൻറ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടൊരു കാര്യം അതായത് കേരളത്തിൽ നിന്ന് ഭിന്നമായിട്ട് ബംഗാളിലെ ഭൂപരിഷ്കരണത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൃഷിക്കാരന് കിട്ടില്ല. അത് ഭൂമി ജന്മയിൽ തന്നെയായിരുന്നു. കേരളത്തിലെ കൃഷിക്കാരന് കിട്ടി. അതുകൊണ്ട് അതാണ് ഈ പ്രശ്നങ്ങൾക്ക് മൂല കാരണം. ജന്മീയത കൊടുക്കാൻ തയ്യാറായില്ല എന്ന് ഞാൻ കേട്ടിട്ടുള്ള. അല്ല, ബിപിൻ ചന്ദ്രയുമായിട്ട് ഒരിക്കലും സംസാരിക്കുമ്പം അദ്ദേഹം ഇത് പറയുകയുണ്ടായി. കേരളത്തിലെ ഭൂപരിഷ്കരണം ഒരു രൂപത്തിലാണ്, ബംഗാളിലെ ഭൂപരിഷ്കരണം മറ്റൊരു രൂപത്തിലാണ്. ബിപിൻ ചന്ദ്ര പറഞ്ഞത് ബംഗാളിലെ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ മറ്റൊരു രൂപത്തിലാണ് ചെയ്തത് എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ബിപിൻ ചന്ദ്രയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് ഞാൻ പറയാൻ കാരണം ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ സ്കൂൾ ഓഫ് തോട്ടുണ്ട്. വ്യത്യസ്തമായി ബംഗാളിലെ മാതൃകയും ഇവിടുത്തെ മാതൃകയും പറയുന്നുണ്ട്. അവിടെ റൈറ്റ് നിങ്ങൾക്കാണ് ഈ ഭൂമിയിലുള്ള റൈറ്റ് എന്ന് പറയുന്നു, എന്നാൽ ഉടമസ്ഥത കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു രൂപത്തിലാണ് അവിടെ എന്ന് പറഞ്ഞാൽ കിസാൻ സഭയുടെയൊക്കെ വളരെ പരിണതപ്പെടുത്തിയ നേതാക്കന്മാർ, ഹരേകൃഷ്ണ കോനാരെ പോലുള്ളവർ, അവരെല്ലാം ചർച്ച ചെയ്തിട്ടാണ് അവിടെ ഇത് വികസിപ്പിച്ചെടുത്തത്. എന്തായാലും ഇനിയും ചർച്ച ചെയ്യാവുന്നതാണ് ഭാവിയിലും. എങ്ങനെയാണ് ഈ ക്ലാസിക്കൽ സംഗീതത്തിൽ സാധാരണ ഒരു ശ്രോതാവല്ല? അതിന് കാരണം അപ്പച്ചനാണ്. ഞാൻ ചിലടത്തത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 8ാമത്തെ മകനാണ്. അപ്പം അപ്പച്ചൻ ഈ ഒരു സ്വകാര്യ സ്വത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളായി എൻ്റെ ഭാഗ്യത്തിന്. പുള്ളി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പക്ഷേ ഒരു മാസം കിട്ടുന്ന ശമ്പളം ആ മാസം
ചിലവഴിച്ച് തീർത്തു. അവന് സംഗീതമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ പുള്ളിക്കൊരു റേഡിയോ വേണമെങ്കിൽ വായിക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ അതിന് പുള്ളി നിന്നില്ല. അപ്പോൾ അയലത്തെ വീട്ടിൽ ഈ ശനിയാഴ്ച സംഗീത പരിപാടിയുണ്ട് 9:30 നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്, അത് കേൾക്കാൻ പോകും. അപ്പോൾ അയലത്ത് വീട്ടിൽ പോകുമ്പം ഇളയ മോനെ കൂടെ കൊണ്ടുപോകും. അപ്പം ഞാൻ അറിയാതെ ഇത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിന്നീടാണ് അറിയുന്നത് ശമാൻകുടിയും അരിയക്കുടിയും മധുരമണിയരും എം ഡി രാമദാസിൻ്റെയും MS സുബ്ബലക്ഷ്മിയുടെയും ഹിന്ദുസ്ഥാനിയും വരും കച്ചേരികളാണെന്ന്. അപ്പോൾ അറിയാതെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ വലുതായപ്പോൾ ഇത് ആസ്വദിക്കാനുള്ള ഒരു അവസരമുണ്ടായി. പിന്നെ ഡൽഹിയിലൊക്കെ പോയപ്പം ഒരുപാട് സംഗീതജ്ഞന്മാരുടെ പരിപാടി, ഇടയ്ക്ക് യാത്രയായിരിക്കും SFI DYFI പ്രവർത്തനം. പക്ഷെ ഡൽഹിയിൽ ഒരുപാട് സംഗീത സമ്മേളനങ്ങൾ നടക്കും. ഭീംസൻ ജോഷി, കുമാർ ഗന്ധർവ്, ഇതൊക്കെ കേൾക്കാൻ പറ്റി. നല്ല സംഗീതം പോലെ നല്ല ഭക്ഷണം ആണെങ്കിൽ പ്രിയങ്കരാണെന്ന് ഞാൻ കേട്ടു. നല്ല ഭക്ഷണം ആൾക്കാർ ഇഷ്ടമല്ലാത്തത്. അതെ, ഭക്ഷണം അവിടുത്തെ അവര് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരുടെ ആ വയൽപ്പഞ്ച് കറിയുണ്ട്, അത് അതിശയോക്തിയാണ്. എന്നെക്കുറിച്ചുള്ള മറ്റു പല അതിശയോക്തികളെയും പോലെ അത് കാണേണ്ട കാര്യമുള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മുടെ സദ്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോൺ വെജിറ്റേറിയൻ ഒന്നും വേണ്ട, നല്ല ചെറുപയർ പരിപ്പും പപ്പടവും അല്പം നെയ്യുണ്ടെങ്കിൽ, ഞാൻ തമാശന് പറയും, കുട്ടിക്കാലം മുതൽ നെയ്യ് കൂട്ടാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. സദ്യക്ക് നെയ്യ് കൊണ്ടുവന്നവർ ഒഴുകിയുണ്ടോ?